കരഞ്ഞുകൊണ്ട് കയറി വന്ന ബാമയോട് അഭി ചോദിക്കുന്നുണ്ട്, നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? ബാമ ഒന്നും പറയാതെ അകത്തേക്ക് വരേണ്ട, നിക്കടി അവിടെയായി. നീ എന്ത് ഉദ്ദേശത്തിലാണ് കുഞ്ഞിനെ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയത്? ഒന്നും മിണ്ടാതെ ബാമയോട് വീണ്ടും അഭി ചോദിക്കണം. ബാമ, ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് ചുണ്ട് പൊട്ടിയിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, എങ്ങനെ എൻ്റെ ചുണ്ട് പൊട്ടിയത്? അത് കണ്ട് അമ്പാലിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈശ്വര, ഇവൾക്ക് അവളുടെ വീട്ടിൽ നിന്ന് കണക്കിന് കിട്ടിയതുപോലെയുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നിട്ട് അമ്പാലിക ചോദിക്കണം, അയ്യോ മോളെ, നിനക്ക് എന്ത് പറ്റി മോളെ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ബാമയെ പിടിച്ച് മോക്കെ നോക്കുക കേട്ടോ. ബാമ പറയുന്നുണ്ട്, അരുതയെ എൻ്റെ കൂടെ വിടണമെന്ന് അമ്മ വന്നിരിപ്പുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അതവിടെ സംസാരമായി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബാമ അവൾ പോയത് മുതൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ മൊത്തം പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അബിയോടും അവരുടെ അമ്മയോടും. എല്ലാം കേട്ടതിന് ശേഷം അമ്പാലിക പറയാണ്, എന്നാലും ഇത്തിരി കടന്ന് കൈയായി പോയല്ലേ അബി, സ്വന്തം നാത്തൂനെ വിളിക്കാൻ പോയപ്പോൾ ബാമയെ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടുണ്ടായിരുന്നു, എന്താണ് നിനക്ക് നാക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അബിയോട് അമ്പാലിക. നേരത്തെ ഇങ്ങനെയൊന്നും ആയില്ലല്ലോ, ഇവളെ ഈ പരുവമാക്കിയത് നിനക്കൊന്നും പറയാനില്ലേ എന്നൊക്കെ അബിയോട് വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ അബി ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നിട്ട് ബാമയുടെ അടുത്ത് വന്നിട്ട് മുഖമൊക്കെ നോക്കി പരിശോധിക്കുകയാണ്. അവസാനം അബി പറയാണ്, ഇത് അവൾ ചോദിച്ചു വാങ്ങിയതാണ്, ആരോട് ചോദിച്ചിട്ടാണ് നീ അവിടെ പോയത് എന്നൊക്കെ വീണ്ടും അബി പറയാണ്. അപ്പം അമ്പാലിക പറയുന്നുണ്ട്, ഓഹോ, നീ അവളെ കുറ്റപ്പെടുത്തുകയാണല്ലേ? അപ്പോൾ അബി പറയുന്നുണ്ട്, അതെ, ഞാൻ ബാമയെ കുറ്റപ്പെടുത്തു, അമ്മയുടെ വാക്കും കേട്ട് അവൾ എന്തിനാ ഇവിടെ നിന്നും പോയത്? ഇവൾക്ക് ഇങ്ങനെ തല്ലി കിട്ടണമെങ്കിൽ അവിടെ തക്കതായ എന്തെങ്കിലും കാര്യം നടന്നിരിക്കണം, അല്ലാതെ മര്യാദക്ക് പോയ ഇവളെ അവിടെ ആരും ഒരിക്കലും തല്ലില്ല എന്നൊക്കെ അബി പറയാൻ കേട്ടോ. അപ്പം അമ്പാലിക പറയുന്നുണ്ട്, കൊള്ളാം അബി, അടി കൊണ്ടിട്ട് വന്ന ഭാര്യയോട് നീ ഇങ്ങനെ തന്നെ പറയണം. അപ്പോൾ അബി ചോദിക്കുകയാണ്, എന്താ ബാമ, നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? നീ എന്തിനാ അവിടെ പോയത്? ആരോട് ചോദിച്ചിട്ടാണ് നീ അമ്മയുടെ കയ്യിൽ മോളെ കൊടുത്തിട്ട് പോയത് എന്നൊക്കെ അബി ചോദിക്കുമ്പോൾ ബാമ ദേഷ്യത്തിൽ എണീറ്റ് നിൽക്കാണ്ടോ. എന്നിട്ട് പറയാണ്, അമ്മ വന്ന് സങ്കടപ്പെട്ട് പറഞ്ഞപ്പോൾ ഞാൻ പോയതാണ്, പക്ഷേ എന്ന് പറയുമ്പോൾ അബി പറയാണ്, എന്തായാലും നിനക്ക് കിട്ടിയത് അത്യാവശ്യം തന്നെയാ, ഞാൻ നിനക്ക് തരേണ്ട അടിയാണ് ഇപ്പോൾ നിനക്ക് കിട്ടിയത്. ഭാവനേച്ചിയുടെ വിലം കൂടെ കളയല്ലോടി, എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീ കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ച് പോയത്? ഇതെല്ലാം കേൾക്കുമ്പോൾ അമ്പാലിക പറയാണ്, എന്താടാ, ഞാൻ എൻ്റെ കുഞ്ഞിനെ എന്നിട്ട് വല്ലതും ചെയ്തോ? അപ്പോൾ അബി പറയാണ്, എൻ്റെ കുഞ്ഞിനെ ആ ബാമയുടെ വയറ്റിൽ വെച്ച് കൊല്ലാൻ നോക്കിയ ആളാണല്ലോ അമ്മ. എൻ്റെ മോള് ഈ ഭൂമിയിൽ കാല് കുത്തിരുന്ന് ശപഥം ചെയ്തവനല്ലേ അനുമാമൻ? അപ്പോൾ പിന്നെ എനിക്ക് പേടി കാണാതിരിക്കോ എന്ന് അബി ചോദിക്കുമ്പോൾ ഭാമ പറയാണ്, അബി, കഴിഞ്ഞതെല്ലാം അമ്മ എന്നോട് ക്ഷമ പറഞ്ഞതാ, നമുക്കൊരു വീടും സ്ഥലവും തരാമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ. ഇത് കേൾക്കുമ്പോൾ അബിക്ക് ദേഷ്യം വരേണ്ട. അവന് പറയുന്നുണ്ട്, കഷ്ടമുണ്ട് ബാമ, നീ എൻ്റെ അമ്മയെ കണ്ണടിച്ച് വിശ്വസിച്ചോടി. അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട്, എന്താണ്, ഞാൻ ഇവളോട് പറയാൻ പാടില്ലാത്തത് വല്ലതും പറഞ്ഞോ? ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത് സത്യം തന്നെയാ. അപ്പോൾ അബി പറയുന്നുണ്ട്, എനിക്ക് ആരുടെയൊന്നും വേണ്ട, ഇപ്പോൾ കിട്ടിയത് തന്നെ ധാരാളം. അമ്മ എന്തിനാ ഇനിയും ഇവിടെ നോക്കി നിൽക്കുന്നത്? ഒന്ന് ഇറങ്ങിപ്പോടാൻ പാടില്ലേ? എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ ബാമ പറയുന്നുണ്ട്, അബി, എത്രയായാലും അമ്മയല്ലേ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ? അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട്, അവന് പറയട്ടെ, ഞാൻ തെറ്റ് ചെയ്തിട്ടാണല്ലോ അവൻ എന്നെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അബി പറയുന്നുണ്ട്, ദേ അമ്മ, ഇവളൊരു പാവമാണ്, ആവശ്യമില്ലാത്ത മോഹങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കരുത്. ഇനി ആർക്കും ഒരു ശല്യമില്ലാതെ ഞങ്ങളിവിടെ കഴിഞ്ഞോളാം, അതല്ല ഇനി ഇവിടെ ഒരു സ്വൈര്യമില്ലെങ്കിൽ ഞങ്ങൾ മറ്റെവിടേക്കെങ്കിലും പൊക്കോളാം. ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്പാലിക പറയുന്നുണ്ട്, വേണ്ട, നീ ഇങ്ങനെയൊന്നും പറയണ്ട, ഞാൻ പൊയ്ക്കോളാം. എന്നിട്ട് ബാമയോട് ഞാൻ പോവാം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്നോട് ക്ഷമിച്ചേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകാൻ നിൽക്കുമ്പോൾ ബാമ പറയണം, അബി, എന്താണിത്, അമ്മയോട് ഇങ്ങനെയൊന്നും പറയല്ലേ, അമ്മ ഇവിടെ നമ്മുടെ കൂടെ നിന്നോട്ടെ. ഇത് കേൾക്കുമ്പോൾ അബി പറയാണ്, ബാമ, നിനക്ക് അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ നീയും കൂടി അമ്മയുടെ കൂടെ ചെല്ല്, ഞാനും മോളും മാത്രം മതി ഇവിടെ. അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട്, വേണ്ട മോളെ, ഞാൻ കാരണം നീ ഇവനെ ഒഴിവാക്കണ്ട, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ് കേട്ടോ. അവർ പോയതിന് ശേഷം അബി പറയുന്നുണ്ട്, ബാമ, നീ എന്ത് ധൈര്യത്തിലടെ കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചത്? നിനക്ക് ഈ അനുഭവിച്ചതൊന്നും മതിയായില്ലേ? ബാമ പറയുന്നുണ്ട്, നമ്മളെ തേടി നമ്മുടെ വീട്ടിൽ വന്ന് അമ്മയെ ഞാൻ ഇറക്കി വിടണോ? അപ്പോൾ അബി പറയുന്നുണ്ട്, അതെ, വീട്ടിലേക്ക് കയറ്റാൻ കൂടി പാടില്ലായിരുന്നു, അത്രയ്ക്ക് ദ്രോഹമാണ് അവർ ചെയ്തത്. ഇനി നീ ഒരിക്കൽ കൂടി ഈ പ്രവൃത്തി ആവർത്തിച്ചാൽ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോകും, പറഞ്ഞേക്കാം എന്ന് അബി പറയണ്ട. ഇതൊക്കെ കേൾക്കുമ്പോൾ ബാമ വിഷമത്തോടെ തന്നെ അല്പം ഷോക്കായി നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവൻ അകത്തേക്ക് കയറി പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് കേട്ടോ. അവിടെ സേതുവിനോട് മായ പറയാണ്, അല്ലെങ്കിൽ ഈ ഭാമയ്ക്ക് എന്ത് പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എന്ത് ധൈര്യത്തിലാണ് അവൾ കുഞ്ഞിനെ ആൻറ്റിയുടെ കയ്യിൽ കൊടുത്തു പോകുന്നത്? ഇത് കേൾക്കുമ്പോൾ അരുന്നതി പറയുന്നത്, ഇതൊന്നുമല്ല മായാച്ചി, ഇത് അമ്മയുടെ 19ാമത്തെ അടവായിരിക്കും, ഒരു രക്ഷയുമില്ലെങ്കിൽ പിന്നീട് അമ്മയുടെ അടുത്ത അടവ് കണ്ണുനീരാണ്. ഇവിടെയും അത് തന്നെയാവും സംഭവിച്ചത്. അമ്മ ഒന്ന് കരഞ്ഞപ്പോൾ ബാമേച്ചി വീണിട്ടുണ്ടാകും. അപ്പോൾ മായം പറയുന്നത്, ചിലപ്പം വിശ്വസിക്കാനാവത്തില്ല അമ്മേ, അമ്പാലികേൻ്റെ ബാമയോട് വിഷമിച്ചിട്ട് വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാവും അവൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ സേതു പറയുന്നത്, എന്തായാലും അവരുടെ ഉദ്ദേശം അത്ര നല്ലതായിരിക്കില്ല, നല്ലതാണെങ്കിൽ അവർ ഇവിടെ വന്ന് നേരിട്ട് സംസാരിച്ചേനെ. ഇത് കേട്ട് ഗായത്രി പറയുന്നുണ്ട്, അവർ ഇവിടെ വന്ന് എങ്ങനെ നേരിട്ട് സംസാരിക്കാണ് സേതു, അവരാരുടെ മുന്നിലും തല കുനിക്കുന്ന ആളല്ല. ഇത് കേൾക്കുമ്പോൾ അരുന്നതി പറയാണ്, ആര് പറഞ്ഞു? വനിതാ സംഘടനയിൽ ഇത്രയും ഒരാൾ നാറിയതുപോലെ ഒരിക്കലും വേറെ ആരും നാറിയിട്ടുണ്ടാകില്ല, അതിനെല്ലാം കാരണക്കാരി ഭാവനേച്ചിയാണെന്നാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് തന്നെ ദേഷ്യം മൊത്തം ഭാവനേച്ചിയോടാണ് എന്ന് അരുന്നതി പറയാനുണ്ട്. അപ്പോൾ ഭാനി പറയാണ്, എനിക്കതൊന്നുമല്ല അമ്മേ സംശയം, ഇനി അമ്പാലിക ആൻറ്റി ഭാമേച്ചിക്ക് വല്ല ഓഫറും നൽകിയിട്ടുണ്ടെങ്കിലോ?
എത്ര നാളെന്ന് കരുതിയ വാടക വീട്ടിൽ കഴിയുന്നതെന്ന് ഭാമേച്ചിയും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. കോടികൾ മൂടി വെച്ചിട്ട് അതിന് മുകളിൽ അടയിരിക്കുന്നവളാണ് ഇപ്പോൾ അംബാലിക ആൻറ്റി. ഇത് കേൾക്കുമ്പോൾ സേതു പറയാണ്, ഞാനും ഭാനു പറഞ്ഞതിനോടാണ് യോജിക്കുന്നത്. ഇവിടെയും പണമാണല്ലോ പ്രശ്നം. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ഗായത്രി അല്പം പുഞ്ചിരിച്ച് പറയാണ്, അപ്പോൾ ഭരത്തിനും ഭാമയ്ക്കുമെല്ലാം നമ്മളെക്കാൾ വലുതാണല്ലേ ക്യാഷ്. അപ്പോൾ സേതു പറയാണ്, അതങ്ങനെ തന്നെയല്ലേ സംഭവിക്കുള്ളൂ അമ്മേ. പണ്ടേ അവനൊരു പണക്കാരനായി ജീവിക്കാനായിരുന്നു ഇഷ്ടം. അത് ഇപ്പോൾ നടന്നില്ല, അതിൻ്റെ ഒരു ഇതായിരിക്കും എന്നൊക്കെ പറയാണ് സേതു. അപ്പോൾ മായ പറയുന്നുണ്ട്, നമ്മളൊന്നും കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെയുമല്ലേ അമ്മ ആളുകൾ. സ്വന്തം നില ഭദ്രം ആക്കാനേ എല്ലാവരും ശ്രമിക്കൂ. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അവസാനം ഗായത്രി പറയുന്നുണ്ട്, എന്തായാലും എല്ലാ കാര്യങ്ങളും ഭാവനയെ വിളിച്ചെന്ന് പറയണം. നേരെ വന്ന് വെളുത്തോട്ടെ, എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ മായ പറയുന്നുണ്ട്, എന്തായാലും ഭാവന ജയനിർമ്മലാൻ്റിയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കൊന്ന് വന്നോട്ടെ, എന്നിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം തീരുമാനിക്കണം മായ, ഇതിങ്ങനെ വെറുതെ വിട്ടാലൊന്നും പറ്റില്ല. അപ്പോൾ സേതു പറയുന്നുണ്ട്, അമ്മ ഒന്ന് സമാധാനമായിട്ടിരി. എന്തായാലും ഒരു അഴിച്ചുപണി നല്ലത് തന്നെയാണ്. പഴയതുപോലെ ഇവിടെ ഒത്തൊരുമയായിട്ട് നിൽക്കാൻ കഴിയാത്തവരൊന്നും ഇനി ഇവിടെ വേണ്ട. അത് ഇനി ഞാനായാലും ശരി എന്ന് സേതു പറയാണ്. പരുന്തതി പറയുന്നുണ്ട്, ഈ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് സേതുട്ട. ഭാവനേച്ചി തന്നെയായിരുന്നു ഈ വീട്ടിൻ്റെ ഐശ്വര്യം. ചേച്ചി പോയതോടുകൂടി എല്ലാം ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയാണ്. മായ പറയുന്നുണ്ട്, ഭാവനയുടെ മനസ്സും അങ്ങനെ തന്നെയാണ് അരുന്ധതി. പാവം, അവൾ ഈ കുടുംബത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. പരുന്തതി പറയുന്നുണ്ട്, ആദ്യം ഭരത്തേട്ടെ മനസ്സിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ വേണം എടുത്തു കളയാൻ, അല്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടും കാര്യമില്ല സേതുവേട്ട എന്നൊക്കെ പറയാണ്ട് അരുന്ധതി സേതുവിനോട്. അപ്പോൾ സേതു പറയുന്നുണ്ട്, അവനെ ഇനി ഒന്ന് പറഞ്ഞാലോ മനസ്സിലാകില്ല എന്ന അവസ്ഥയിലല്ലേ, ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടാണ് ഭരത്തേട്ടനെ വഴിതെറ്റിച്ചിരിക്കുന്നത്. അതാരാണെന്ന് കണ്ടുപിടിച്ച് കടിഞ്ഞാനിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്ട് അരുന്ധതി. അപ്പോൾ ഗായത്രി വന്നിട്ട് അരുന്ധതിയോട് പറയുന്നുണ്ട്, നീ വിഷമിക്കാതെ മോളെ, അവൻ എന്തായാലും ഇവിടെ വരാതിരിക്കില്ല. നീ ഇവിടെ ഉള്ളത് കൊണ്ട് ഈ ചുറ്റുവട്ടത്തു നിന്നും അധികം ദൂരമൊന്നും അവൻ പോകില്ല. പെറ്റമ്മയായ എന്നെ പോലും അവനിപ്പോൾ വേണ്ടല്ലോ. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പേടി. ദൈവം എന്താണ് തീരുമാനിച്ചതെന്ന് അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അകത്തേക്ക് പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാത്രി ഒരു ടാക്സിയിൽ വന്നിറങ്ങാൻ കേട്ടോ ഭരത്. അവൻ മൂക്കുമുട്ട കുടിച്ചിട്ടുണ്ട്, കയ്യിലൊരു കവറും ഉണ്ട് കേട്ടോ. എന്നിട്ട് അരുന്ധതി എന്നും വിളിച്ച് അകത്തേക്ക് കയറി ചെല്ലാണ്. ഇത് കേട്ട് ഗായത്രി മായൊക്കെ പുറത്തേക്ക് വരികയാണ്. അപ്പം ഗായത്രി പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ, നീ പഴയ സേതുവിന് പഠിക്കുകയാണോ? അപ്പോൾ സേതു വന്ന് ചോദിക്കുന്നുണ്ട്, താൻ എവിടെയായിരുന്നു? അത് ചോദിക്കാൻ താൻ ആരാടോ എന്നൊക്കെ സേതുവിനോട് ഭരത്തും ചോദിക്കാൻ കേട്ടോ. ഞാൻ അരുന്ധതിയെ കൊണ്ടുപോകാനാ വന്നത് എന്ന് പറഞ്ഞിട്ട് അരുന്ധതിയെ നീട്ടി വിളിക്കുകയാണ്. ആ സമയത്ത് അരുന്ധതി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അവളുടെ കൈ പിടിച്ചിട്ട് വാ നമുക്ക് പോകാമെന്ന് പറയാൻ കേട്ടോ. എവിടേക്കാണ് അവളെ കൊണ്ടുപോകുന്നത് ഗായത്രി ചോദിക്കാൻ പറയുന്നത്, ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തു, അവിടേക്കാണ് ഞാൻ അവളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ സേതു ചോദിക്കുകയാണ്, വീട് വാടകയ്ക്ക് എടുക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ? ഞാൻ ആണാണെങ്കിൽ എൻ്റെ കയ്യിൽ ക്യാഷൊക്കെ വരും, അതിനൊക്കെയുള്ള വഴി എനിക്കറിയാം എന്ന് പറയട്ടെ ഭരത്ത്. എന്നിട്ട് ഇവിടുത്തെ അന്നദാതാവിനെ വിളിക്കുക എന്ന് പറഞ്ഞ് കളയാക്കാണ്. അപ്പോൾ അവിടെ ഇവിടെ ഇല്ല എന്ന് അറിയുമ്പോൾ പറയുന്നത്, അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയല്ലേ, അവൾക്ക് അവിടെ സുഖമായി സന്തോഷിച്ച് ജീവിക്കാം, പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അത് പാടില്ല. ഇങ്ങനെയൊക്കെ അവന് കളിയാക്കാൻ കേട്ടോ. എന്നിട്ട് ഭരത് അരുന്ധതിയോട് പറയും, കണ്ടോട് ഇങ്ങനെയാണ് സ്നേഹമുള്ള ഭാര്യമാർ, ഭർത്താവിൻ്റെ കൂടെ പോകും. പിന്നീട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ വരികയാണ് ഭാവനെക്കുറിച്ച്. അവസാനം മായ പറയുന്നുണ്ട്, എന്നെ എത്രയും പഠിച്ച് വലുതാക്കിയത് അവൾ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ഞാൻ കേട്ട് മടുത്തു, ഇനിയെങ്കിലും ഞാൻ പഠിപ്പിച്ച കണക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള കവർ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ക്യാഷ് തുറന്ന് കാണിക്കുകയാണ്. ഇത് കണ്ട് ഗായത്രിയും എല്ലാവരും ഷോക്കായി നിൽക്കാണ്ടോ, ഇത്രയും ക്യാഷ് അവൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നാലോചിച്ചിട്ട്. എന്നിട്ട് ഭരത് പറയുന്നുണ്ട്, വലിയ തമ്പുരാട്ടി വരുമ്പോൾ പറഞ്ഞേക്ക് ഭരത്തിന് ക്യാഷ് ഉണ്ടാക്കാനൊക്കെ അറിയാമെന്ന്. അപ്പോൾ സേതു ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടുന്നേടാ ഇത്രയും ക്യാഷ്? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നത്, കണക്ക് കൊടുക്കേണ്ടിടത്തെല്ലാം ഞാൻ കൊടുത്തോളാം എന്ന് ഭരത് തിരിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഗായത്രി അവരെ നിന്നും ഇറങ്ങാൻ പറയാണ് ഭരത്തിനോട്. അപ്പോൾ ഭരത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ആരെ നിൽക്കാൻ പോകുന്നു, എനിക്ക് ഈ വീടുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ അരുന്ധതി തടയുന്നുണ്ട്, എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് ഭരത്തേട്ട എന്ന് പറയുമ്പോൾ ഭരത് പറയാൻ, നീ ഒറ്റടുത്തിയാണ് ഇതിനൊക്കെ കാരണം. ഞാൻ വിളിച്ചപ്പോൾ നീ വന്നില്ല, ഇപ്പോൾ ഈ നിമിഷം നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ ജീവിക്കില്ല എന്ന് അരുന്ധതിയോട് പറയുമ്പോൾ അരുന്ധതി ആ ഷോക്കായി നിൽക്കുകയാണ്. ഇത് ഞാൻ മദ്യത്തിൻ്റെ പുറത്ത് പറയുന്നതില്ല, പറ നീ എന്നെ എനിക്ക് വേണോ വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അരുന്ധതി ഒന്ന് ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഭരത് പറയുന്നുണ്ട്, എൻ്റെ കൂടെ നീ വരുന്നെങ്കിൽ ഇപ്പോൾ വരണം, ഇല്ലെങ്കിൽ ഇനി വരാൻ പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ അരുന്ധതി ഞാൻ വരാമെന്ന് പറയാണ്. ഇനി ഇതിൻ്റെ പേരിൽ ഭരത്തേട്ടൻ നശിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഗായത്രിയും മായ സേതു എല്ലാവരും ഷോക്കായി നിൽക്കാൻ കേട്ടോ. എങ്കിൽ നീ വേഗം വാ, ഞാൻ പുറത്തുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഭരത് പോവാണ്. ശേഷം ഗായത്രി പറയുന്നുണ്ട് അരുന്ധതിയുടെ, മോളെ ഈ ഒരു അവസ്ഥയിൽ അവൻ്റെ കൂടെ പോകുന്നത് നല്ലതല്ല. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ എന്തുകൊണ്ടും ഇപ്പോൾ പോകുന്നത് തന്നെയാണ് നല്ലത്, ഇനി അതിൻ്റെ പേരിൽ ഭരത്തേട്ടൻ നശിക്കണ്ട, എന്തായാലും ഞാൻ കൂടെ ഇറങ്ങിപ്പോയില്ല, ഇനി സഹിക്കുക തന്നെ. അങ്ങനെ അരുന്ധതി എല്ലാവരുടെയും യാത്ര പറഞ്ഞിറങ്ങുകയാണ്. ഗായത്രിയും എല്ലാവരും തകർന്ന് കരഞ്ഞ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭരത് വന്ന ടാക്സിയിൽ തന്നെ അരുന്ധതിയെ കൂടി തിരിച്ചു പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സേതു ഭാവനയെ വിളിക്കുകയാണ്. സേതു പറയുന്നുണ്ട്, ഭരത് വന്ന് അരുന്ധതിയെ കൂട്ടിക്കൊണ്ടുപോയി.
ഇന്ന് വന്നത് നമ്മുടെ പഴയ ഭരത്തല്ല. എന്തു പറ്റിയെന്ന് ഭാവന ചോദിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ സേതു വിശദമായി പറഞ്ഞു കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഭാമ വന്നതും അവിടെ ബാക്കിയുണ്ടായ കാര്യങ്ങളും അതും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഭാവന ആകെ ഷോക്ക് അന്തം വിട്ട് നിൽക്കുകയാണ്. അവസാനം സേതു പറയുന്നുണ്ട് അവൻ എന്നെ കുറേ ചോദ്യം ചെയ്തിട്ടാണ് പോയത്. ഭാവന പറയുകയാണെങ്കിൽ അരുന്ധതി എന്തായാലും സ്വമനസ്സോടെ ആയിരിക്കില്ല പോയത്, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് അവൾ സ്വയം ഇറങ്ങി പോയതാണ്. എന്താണ് ഭാവന നമ്മുടെ വീട്ടിൽ മാത്രം ഇങ്ങനെ ഭരത്തിനും ഭാമക്കൊക്കെ എന്താ ഇത് പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് സേതു വിഷമിക്കുകയാണ്. അപ്പോൾ ഭാവന പറയുന്നത് നമ്മുടെ വീട്ടിൽ മാത്രമല്ല സേതു കേട്ടോ, ഇത് എല്ലാ വീട്ടിലും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സേതുവിനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഭാവനയുടെ ഫ്രണ്ടിനുണ്ടായ അനുഭവമൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ സേതുവിന്. അങ്ങനെ സേതു എന്തായാലും സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭാവന ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് ഭരത് അരുന്ധതിയെയും കൊണ്ടുപോയത് അബിയുടെയും ഭാമയുടെയും വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ ചെന്ന ഭരത്തിൻ്റെ കോലം കണ്ടിട്ട് അബിയൊക്കെ ആകെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ അബി ചോദിക്കുന്നത് നിങ്ങൾ എന്താ ഈ രാത്രി ഇങ്ങോട്ടേക്ക്, എന്തു പറ്റി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ എന്ന് ചോദിക്കേണ്ട ഭരത്തിനോട്. പറയുന്നുണ്ട് അല്ല ഞാൻ അരുന്ധതിയെ വിളിച്ചുകൊണ്ട് വന്നതാണ്, പക്ഷേ എനിക്ക് പോകാൻ വേറൊരു ഇടമില്ല. അവളാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വരാനും ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ എനിക്ക് അവളെ കൂടെ വേണം, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അബി ചോദിക്കുന്നുണ്ട് വിളിച്ചിറക്കി കൊണ്ടുപോകാൻ വേറെ ഇടമില്ലാഞ്ഞിട്ടാണോ നീ അവളെയും കൊണ്ട് ഈ പാതിരാത്രി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നീ എന്തിനാണ് ആദ്യം തന്നെ അവളെ വിളിച്ചിറക്കാൻ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവസാനം അരുന്ധതി അബിയോട് പറയുന്നുണ്ട് കേട്ടോ ഭരത് അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും ആകെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതും. അബിക്കാവട്ടെ അരുന്ധതി പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അവന് അതിൻ്റേതായ സെൻസിൽ തന്നെ എടുക്കുന്നുണ്ട്. പക്ഷേ ഭരത് ആവട്ടെ അവന് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് അംബാലികയായിരുന്നു. അബി ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭരത്തിനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവൻ ശരിക്കും പരിഹാസ രൂപത്തിലാണ് റിപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഭാമ അവിടെ നിന്നും മാറിയിട്ട് അംബാലികയെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് അരുന്ധതിയെ കൊണ്ട് അവിടെ വന്ന കാര്യങ്ങളൊക്കെ പറയേണ്ടത് കേൾക്കുമ്പോൾ അംബാലികക്ക് സന്തോഷമാവുകയാണ്. അങ്ങനെ അംബാലിക പറയുന്നുണ്ട് എന്തായാലും അവർ അവിടേക്ക് വന്നത് നന്നായി, മറ്റെവിടേക്കെങ്കിലും അവർക്ക് പോകാൻ തോന്നിയില്ലല്ലോ, ഇനി കാര്യങ്ങളൊക്കെ ഞാൻ നീക്കാം, അതുപോലെ മോളും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി എന്നൊക്കെ ഭാമയോട് പറയാണ്. എന്തായാലും മോൾ ചെയ്ത ഉപകാരം ഞാൻ മറക്കില്ല, മോൾക്ക് ഓർമ്മയില്ലേ അമ്മ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഒരു വീടും സ്ഥലമൊക്കെ, അതൊക്കെ എന്തായാലും എൻ്റെ മോൾക്ക് ഞാൻ തരും, നീ ഇപ്പോഴാണ് എൻ്റെ മരുമകളായത് എന്നൊക്കെ പറഞ്ഞ് ഭാമയൊന്ന് പൊക്കുന്നുണ്ട് കേട്ടോ. ഭാമയാകട്ടെ ഇതെല്ലാം കേട്ട് സന്തോഷത്തിൽ നിൽക്കുകയാണ്.